എന്നെ ചെയ്യല്ലേ ഇങ്ങോട്ട് വാ മനുഷ്യ. നോക്ക് ഇത് എത്ര കട്ടക്കാ കിടക്കുന്ന നോക്ക്. ഷേതാകിനെക്കാട്ടി ഗവാലയാണ് അടിപൊളി. അതെ അതെ, ഒരാൾ അതിന്റെ മുകളിൽ പിടിച്ച് കയറുന്ന മലേന്റെ മുകളിലോട്ട്, മഞ്ഞു മലേന്റെ മുകളിലോട്ട് കയറുന്നുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സന്തോഷം കൊണ്ട് എനിക്ക് അയ്യോ ഇങ്ങനെയാണ് വേണ്ടതല്ലേ കളിക്കണമെങ്കിൽ. നമ്മുടെ കംപ്ലീറ്റ് അസർബൈജാൻ ട്രാവൽ എക്സ്പെൻസ് ആണിത്. 5 days 4 nights 2 personsന് ചിലവായ മൊത്തത്തിലുള്ള തുക. ഇത് നോക്കേണ്ടവർക്ക് ഇവിടെ പോസ് ചെയ്ത് വായിക്കാം. ഇത് മുഴുവൻ വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മൗണ്ടൻ റിസോർട്ടിൻ്റെ അങ്ങോട്ട് എത്തും തോറും ചുറ്റും മഞ്ഞ് കോട എല്ലായി. ചുറ്റും മഞ്ഞ് വീണ് തുടങ്ങി. നല്ല മഞ്ഞുണ്ട്, നല്ല കോടയുണ്ട്. ഇത് എത്തുമ്പം -3 ഒക്കെ ആവും തോന്നുന്നു അല്ലേ? കംപ്ലീറ്റ് വെള്ളം മാത്രം അല്ലേ? എല്ലാ സാധനവും മഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്. തുഫാൻതാഗ് മൗണ്ടൻ റിസോർട്ടിൻ്റെ ഉള്ളിലോട്ടെത്തി. കംപ്ലീറ്റ് മഞ്ഞ. എൻ്റെ അമ്മേ, അങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. തുഫാൻതാഗ് മൗണ്ടൻ റിസോർട്ടിൻ്റെ മുകളിലെത്തി നമ്മളെ ഇവിടെ ഇറക്കിയിട്ട് നമ്മളെ ഡ്രൈവർ അങ്ങ് പോയിട്ടുണ്ട് താഴോട്ട്. തുഫാൻതാഗ് മൗണ്ടൻ റിസോർട്ട് ഇതാ മഞ്ഞ് കണ്ടതാ, ചാടിക്കോ ഇനി ഒന്നും നോക്കാനില്ല. അത് നോക്കിയാ അത് ഇരിക്കണ്ട ചേർ നോക്ക്. അടിപൊളിയല്ലേ? ഇപ്പോഴും മഞ്ഞ് വീണോണ്ടിരിക്കുക. ഫുള്ള് മഞ്ഞാണ്. ഇത് അങ്ങോട്ട് ദൂരതാ, അങ്ങോട്ടൊക്കെ നോക്ക്. ഫുള്ള് മഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുന്ന മലകളൊക്കെയാണ്. കാണുന്നില്ലേ? ഫുള്ള് നിറഞ്ഞു കിടക്കുക. ഒരു രക്ഷയില്ലാത്ത മഞ്ഞ. വാവ്. ആ ബോർഡിൻ്റെ പിറകിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് ഫുള്ള് മഞ്ഞാണ്. ഇതാ അടിപൊളി കേട്ടാ. എന്തുണ്ടാ അവിടെ അവസ്ഥ? ഫോണിന്റെ അവസ്ഥ നോക്കി. അറ്റാക്ക്! അയ്യോ അയ്യോ, എന്നെ ചെയ്യല്ലേ? ഇങ്ങോട്ട് വാ മനുഷ്യ. വിടില്ല ഞാൻ, വിടില്ല ഞാൻ. ഇനി ഇവിടെ വരണമെന്ന് അറിയോ? ഇനി വരണമെന്ന് അറിയോ? സ്നോയില് വരണമെന്ന് അറിയോ? കളിക്കണമെന്ന് അറിയോ? പറയോ? എന്നാ ഒഴിഞ്ഞു പോ, ബാധയെ ഒഴിഞ്ഞു പോയെന്ന് പോലെയല്ല. പോ പാലായിക്ക്, പോ പാലായിക്ക്. മൈക്കുണ്ട് മൈക്കിന്റെ മുകളിൽ വീഴരുത്. ഇതാണിതാ നല്ല പൂ പോലത്തെ സ്നോ ആണ്. ആണല്ലോ ഇതാ ഇത്ര പോരാ അടിയിലുണ്ട്. ഇതാണ് പുല്ല്. പുല്ലിൻ്റെ മുകളിൽ ഏകദേശം ഒരു 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ സ്നോ ആ. ഇതിങ്ങനെ ബോളാക്കി എടുത്തിട്ട് ഇപ്പം ശരിയാക്കി തരാ ഏട്ടെ. ഞാൻ ഇവിടെ വെച്ച് റെസിസ്റ്റ് ചെയ്യും. എൻ്റെ മേത്തന്നെ വിടൂ. അയ്യോ എന്ത് തിക്കാണ് നോക്ക്. എന്ത് തിക്കാ നോക്കി. ഈ കാനഡയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ആളുകൾക്ക് ഇതൊരു അത്ഭുതമായിരിക്കില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അത്ഭുതമാണ്.
ഇതാണ് തുഫാൻതാങ് റിസോർട്ട് കേട്ടോ, തുഫാൻതാങ് ഹോട്ടൽ. അതിൻ്റെ ഫ്രണ്ടാണിത്. നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ അവിടെയാണ് പോയിട്ട് നമ്മൾ മഞ്ഞിൽ കളിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുള്ള് മഞ്ഞ. ഇവിടെ നിന്ന് കളിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ മുകളിലോട്ട് കയറി പോകേണ്ട വഴിയുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, മുകളിലോട്ട് പോവാം. ഓക്കെ, നമുക്കിത് ഇവിടെ വേറെ വരാം. ഒരു കളി കഴിഞ്ഞില്ലേ, ഇനി പിന്നെ നോക്കി ഈ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന മഞ്ഞ് കണ്ടോ? ഇത്ര ഉയരത്തിലാണ് മഞ്ഞ് കിടക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് സീറ്റിൻ്റെ മുകളിൽ ഇത്ര ഉയരത്തിൽ. അത് കട്ടിയായി പോയിട്ടുണ്ട്. ഇത്ര ഉയരത്തിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ കിടക്കുക. ഇത് മരത്തിൻ്റെ മുകളിൽ മഞ്ഞ് കൊണ്ട് ഡൈനോസർ സ്കെലട്ടൻ പോലെ ആയി കിടക്കുക. കമ്പിയൊക്കെ വെച്ച് താങ്ങി വെച്ചിട്ടുള്ളതിന്. തുഫാൻതാങ് ഹോട്ടലിൻ്റെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്, കഫ്കാസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് എന്നതിൻ്റെ പേര് തുഫാൻതാങ്ങിലെ. ഇതിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ ആ ഹോട്ടലിലോട്ട് പോകേണ്ട വഴിയാണ്. നമുക്കിത് വഴി അങ്ങോട്ട് പോകാം മുകളിലോട്ട്. ഇതൊക്കെ മഞ്ഞ് കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കി നടക്കാം, വഴുതാനുള്ള ചാൻസ് ഉണ്ട്. അത് പറയുന്നതിന് മുന്നേ ഒന്ന് വഴുതിയിരിക്കുകയാണ്. മെല്ലെ നടക്കാം. ഇത് അടിപൊളി സ്ഥലമല്ലേ അല്ലേ? ഈ റിസോർട്ടിൽ റൂം എടുക്കണമായിരുന്നു. ഇതില്ലായിരുന്നു. അതെയോ? ഇങ്ങനത്തെ എല്ലാ റിസോർട്ടുകളും എപ്പോഴും കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആയിരിക്കും. നോക്കുന്ന സമയത്ത് നോ റൂംസ് അവൈലബിൾ എന്നായിരുന്നു. Booking.com നോക്കുന്ന സമയത്ത് ഈ സ്നോ മൊബൈലാണ് 40 മനാത്താണ് ഒരാൾക്കുള്ളത്. ഒരു പാസഞ്ചറും ഒരു ഡ്രൈവറുള്ള അങ്ങനത്തെ വലുതിന് 55 മനാത്ത് 15 മിനിറ്റ് നമുക്ക് ഓടിക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ്, സ്കാനിങ് ടിക്കറ്റ്, QR കോഡ് ഉള്ളത്. അതാണ് ഒരാൾക്ക് 21 മനാത്ത്, 2 പേർക്ക് 42 മനാത്ത്. ഇതാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 3 ലൈന് വർക്ക് കയറാൻ വേണ്ടിയിട്ട് 21 മനാത്ത്, ചിൽഡ്രൻസിന് 16 മനാത്താവും. 2 ലൈന് കയറാൻ വേണ്ടി 19 മനാത്ത്, ചിൽഡ്രൻസിന് 15 മനാത്ത്. അപ്പോൾ നമ്മൾ 3 ലൈന് മുഴുവൻ കയറാനുള്ള സംഭവം പോകുന്നത്. അപ്പോൾ 1600 മീറ്ററിൽ നിന്ന് 1250 മീറ്ററിലോട്ട് പോകും. അവിടെ നിന്ന് 1410 മീറ്ററിലോട്ട് കയറും. പിന്നെ 1920 മീറ്ററിലോട്ട് പോകും. അതായത് നമ്മളിപ്പോൾ ഉള്ളത് 1000 കണ്ട ഇവിടെയാണ് ബേസ് സ്റ്റേഷൻ ഒന്ന് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പോകും. പിന്നെ ഇങ്ങോട്ട് പോകാനുള്ള വഴിയുണ്ട്, ഇങ്ങനെ പോകാനുള്ള വഴിയുണ്ട്, ഇങ്ങനെ പോകാനുള്ള വഴിയുണ്ട്. ഈ 4 വഴിയിൽ ഒന്ന് ക്ലോസ്ഡാണ്, ഒരു വഴി ക്ലോസ്ഡാണ്. അത് മെയിൻ്റനൻസിലാണ്. നമ്മളെന്തായാലും റോപ്പ് വേയിൽ പോകാൻ പോവാണ്. ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്, ഓപ്പൺ അല്ല. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഉള്ളോട്ട് പോകണം. ഒറ്റ ഇങ്ങനെയാണ് ഇവിടെ കയറേണ്ടത് കേട്ടോ. താങ്ക് യു. ഒന്ന് ക്ലോസ് ആയിട്ട് ഓട്ടോമാറ്റിക് ക്ലോസ് ആയി. എന്റെ കൈയൊക്കെ മരവിച്ച്. അത്യാവശ്യം നല്ല സ്പീഡ്. അങ്ങ് പോവാണല്ലേ. ഫുള്ള് വൈറ്റ് ആണ്. വൈറ്റും ഗൊണ്ടോള ബ്ലൂവും നമ്മൾ റെഡും. നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതില്ല, ഫോഗ് കുറവാ. ഇതാട്ടോ വ്യൂസ്. ഈ സൈഡ് കുറച്ച് വെള്ളത്തുള്ളികളുണ്ട്. നമ്മൾ നല്ല കുത്തനെയുള്ള ഹൈറ്റ് ആണ്. കാരണം ഈ തൂണ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓ ചെരിയുന്നുണ്ടല്ലേ, ബാലൻസ് ചെയ്ത് നിൽക്കണം. തൂണ് വരെ ചെരിച്ച് വെച്ചിട്ടുള്ളത്. അത് അതാ നോക്ക അരുവിയൊക്കെ ഉണ്ട് കേട്ടാ. താഴോട്ട് ഇതാ ഗർത്തം, ഗർത്തം, പ്രസാദ ഗർത്തം, 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 ഗർത്തം. പക്ഷെ ഇത് ഫുള്ള് ഇതാണ്. അവിടെ നമുക്ക് സൂം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഷഹദാഗിലെ പോലെയല്ല, ഇവിടെ കുറച്ചുകൂടെ ഫോഗ് കുറവായാണ്. നല്ല വൃത്തി കാണാൻ പറ്റുന്നുണ്ട്. നോക്കി വലിയ മരങ്ങളാണ്, വലിയ മരങ്ങളുടെ മുകളിലൂടെ പോകുന്നു കേട്ടോ. ഇതാ ഇത്രയും താഴ്ചയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം കുറച്ച് ഫോഗ് വന്നു തുടങ്ങി, കംപ്ലീറ്റ് ഫോഗായി അല്ലേ? ഓ ഇപ്പൊ കംപ്ലീറ്റ് ഫോഗായില്ലേ, ഇപ്പൊ ഒന്നും കാണാനില്ല. വാവ്, പൊളിച്ചടിക്കുക വ്യൂ ആണല്ലേ, ഒരു രക്ഷയില്ലാട്ടാ. അതെ അതെ, നിങ്ങൾ ഷഹദായിലോട്ട് പോകുന്നതിനേക്കാളും മുന്നേ ആദ്യം ഗവാല ഒന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് മഞ്ഞൊക്കെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. അടിപൊളിയായിരുന്നു സംഭവം. അവിടെ എന്താ മഞ്ഞെന്നറിയോ? മരം ഇങ്ങനെ വലിയ മരമാണ്. എന്തായാലും ഒരു 10-30 മീറ്റർ, 30 ഒരു ഞാൻ തള്ളുന്നല്ല, ഒരു 20 മീറ്റർ ഉയരമുള്ള മരമായിരിക്കും. ആ മരത്തിന്റെ മുകളിൽ കംപ്ലീറ്റ് മഞ്ഞാണ്. നമ്മളെ മനസ്സിന് മരം എന്ന് വെച്ചാൽ പച്ച കളറിലല്ലേ, ഇവിടെ ശേഷം മരം എന്ന് വെച്ചാൽ വെള്ളയായി മാറി. കാരണം മരത്തിന്റെ തടി പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് വെള്ളം. എന്റെ പൊന്നോ, കാണിച്ചു തരാം. വെറുതെ പറയുന്നതല്ല, This is really a winter wonderland. ഓരോ കൊണ്ടുള്ള താഴോട്ട് പോന്ന ഇത് ഓരോ തൂണുകളാണ്. അതാണ് വർക്ക് ചെയ്യാത്തത്. ഗണ്ടോളയിൽ ഇവിടെ വന്ന് ഇറങ്ങി
ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ കിഡ്സിന് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ഒരു കഫേ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഗബാല റോപ്പ് ലൈൻ. അയ്യോ തറയിൽ എന്താ മഞ്ഞെന്നറിയോ? ഇതിങ്ങനെ പരവതാനി വിരിച്ച പോലെ അങ്ങനെ കിടക്കാണ്. കണ്ടില്ലേ, നല്ല കട്ടയ്ക്കുണ്ട്. മഞ്ഞ് കോരാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇവർ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഗണ്ടോളകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗണ്ടോളകളിൽ ഈ കാണുന്ന എന്താണെന്നറിയോ? സ്കീ ചെയ്യുന്നവർക്ക് അവരുടെ ബോർഡും ആ കാര്യങ്ങൾ പോളും അതൊക്കെ കൊണ്ടുപോകാൻ ഇതിനകത്ത് ഇട്ട് കൊണ്ടുപോകാനുള്ളതാണ് ആ ഒരു പോയിന്റ്. ഇവിടെ ഇങ്ങനെ ഒരു കൺട്രോൾ റൂം ഉണ്ട് ഇവരെല്ലാം നോക്കുന്നത്. അതുപോലെ ഈ സാധനമാണ് മെയിൻ്റെനൻസിലുള്ളത്. ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ തന്നെ പോയിട്ട് ഇതിൽ നമ്മൾ വന്ന കൊണ്ടുപോയി തന്നെ കയറുക, താഴോട്ട് പോവുക, താഴോട്ട് പോയിട്ട് അടുത്ത ലൈനിലോട്ട് കയറുക. ഈ ഒരു ലൈൻ വർക്ക് ചെയ്യുന്നില്ല താഴോട്ടുള്ള. ഇതാണ് ഡൗൺ ലൈൻ വർക്ക് ചെയ്യുന്നില്ല പറഞ്ഞത്. ഇവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരി കാറ്റില്ല. തണുപ്പാകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല അല്ലേ? അതിന്റെ മുകളിൽ എന്താ ഊഞ്ഞാലും എന്തൊക്കെയുണ്ടല്ലേ? അതിൻ്റെ മുകളിലോട്ടൊക്കെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫുള്ള് മഞ്ഞിലായതുകൊണ്ട് എന്താണ് എവിടെയാണ് എന്നും മനസ്സിലാവുന്നില്ല അല്ലേ, എന്താണ് ഉള്ളതെന്ന്. ഇതാ ഇവിടെ കണ്ടോ, ഇത് ആക്ച്വലി 3 പടിയുണ്ട്. ആ പടി ഇത് ഇവിടെ ഒരു പടി കിടക്കുന്നുണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് ഒറ്റ പ്ലെയിനായി അവിടെ. എന്തോന്നാ അവിടെ? ഇത് എത്ര കട്ടക്കാ കിടക്കുന്ന നോക്ക്. ആ ഡോർ നല്ല ഉയരത്തിലുണ്ട് കേട്ടാ. ഇവിടെ നല്ല ഉയരത്തിലുണ്ട്. ആ ഡോറിന്റെ പകുതി വരെയതാ അത്. ഇതാ ഇങ്ങനെയാണുള്ളത്. ഇതൊക്കെ അതിന്റെ തട്ടിന്റെ മുകളിൽ കംപ്ലീറ്റ് മഞ്ഞ്. അതുപോലെ ഈ പിന്നെ ബാൽക്കണിയിൽ നിറച്ചുകൊണ്ട് അടിപൊളിയല്ലേ? ഇത് ക്ലോസ്ഡാ. ഇതിന്റെ കമ്പ് കണ്ടോ? ഇത് ക്ലോസ്ഡ് ആയിട്ട് വെച്ച ഈ സാധനമാണ്. അത് അടക്കം മഞ്ഞാ. പ്ലാസ്റ്റിക്കിന് ഇതുകൊണ്ട് കെട്ടി വെച്ചതാ, ക്ലോസ് ചെയ്തിട്ട്. അത് നിറച്ചു മഞ്ഞ. അടിപൊളി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ശരിയാ. ആ എൻഡിലോട്ടൊക്കെ പോയ തിക്നെസ് ഇവിടെ ആ സീറ്റിന്റെ അടിയിൽ എത്ര ഉയരത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അയ്യോ, ഒരാൾ അതിന്റെ മുകളിൽ പിടിച്ച് കയറുന്ന മലേന്റെ മുകളിലോട്ട്, മഞ്ഞ് മലേന്റെ മുകളിലോട്ട് കയറുന്നുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താണ് ഉദ്ദേശം? സ്ലൈഡ് ചെയ്ത് വരട്ടാ. വാ വാ. നമ്മളതാ സാഹസികമായ പരിപാടികൾക്ക് പോവാണ്. അയ്യോ, മാസ്മരികമായ നമ്മുടെ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നിന്ന് നിരങ്ങി താഴോട്ടൊക്കെ വീണ്. ഇതാ ഫോണും വീണ്. ഫോൺ ഇവിടെ വന്ന് 3-4 പ്രാവശ്യം വീണ്. അതെ അതെ, ഫുട്ടേജ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈ ട്രിപ്പ് തന്നെ വേസ്റ്റ് അല്ലേ? ഇത് രണ്ടാമത് വരും. നമുക്ക് താഴോട്ട് പോയാലോ? അതെ, കപാല റോപ്പ് ലൈൻ അതുണ്ടല്ലേ. അതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് താഴോട്ട് പോവാം. ഇങ്ങനെയാണ് ഈ റോപ്പ് ലൈൻ, ഫസ്റ്റത്തെ റോപ്പ് ലൈൻ ഉള്ളത്. എവിടെ പോയി? ആളെ കാണാനില്ലല്ലോ. ഇവിടെ ഇതാ ഫുള്ള് മഞ്ഞാണ്. അൺഇൻറ്ററപ്റ്റഡ് മഞ്ഞാണ് കംപ്ലീറ്റ്. ഇതാ ഫുള്ളായിട്ട് മഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുക. ഇത് ആക്ച്വലി നീ ഡീപ്പ് സ്നോ തന്നെ. ഇതാണ് മറ്റേ കോസ്റ്റർ അല്ലേ? കോസ്റ്റർ അല്ല, സോറി, റോപ്പ് ലൈൻ. ഇവിടുന്ന് താഴോട്ടുള്ള റോപ്പ്. ആണല്ലേ? ഈ റോപ്പ് ആണ് പക്ഷേ വർക്ക് ചെയ്യാത്തത്. ഇവിടുന്ന് അതിൻ്റെ അപ്പുറത്തോടൊന്നും കാണാനില്ല, കംപ്ലീറ്റ് മഞ്ഞ. അങ്ങനെ മുകളിൽ കിട്ടുന്നില്ല. ഇത് ഐസും കട്ട ഇങ്ങനെ ഉരുക്കിയിട്ട് ഇങ്ങനെ ഒലിച്ച് കിടക്കുന്ന സാധനം. രക്ഷയില്ല. ഗബാലയിൽ തുഫാൻദാൻ റിസോർട്ടിന്റെ മുകളിലാണ് ഉള്ളത്. അതില് ഫുള്ള് ഇതായി ഫോഗായി, ഒന്നും കാണാനില്ല. ഒന്നാമത്തെ റോപ്പ് വേ കയറിയിട്ട് നമ്മളെ മുകളിൽ കയറി താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ താഴെ എത്തിയിട്ടുണ്ട്, രണ്ടാമത്തേലോട്ട് കയറാൻ വേണ്ടിട്ട് മാറി കയറണം അവിടുന്ന്. ഫ്ലൈറ്റ് ഇറങ്ങുന്ന പോലെയാണല്ലോ ഇറങ്ങുന്നല്ലേ? ഇറങ്ങി നമ്മൾ ടച്ച് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങിയിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ലൊക്കേഷൻ വരുന്നത്, കഫ്കാസ് തുഫാദാങ് റിസോർട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒന്നാമത്തെ ലൈന് ഗബാല റോപ്പ് ലൈനിൽ അവിടം വരെ പോയി.
ആ ഗപാല സ്റ്റേഷനിലെത്തി നമ്മൾ അവിടെ നിന്നാണ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തത്. അവിടുന്ന് താഴോട്ടുള്ള ഈ റിവേഴ്സ് സൈഡ് റോപ്പ് ലൈൻ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചു വന്നിട്ട് ഇവിടുന്ന് ഈ ലൈനിൽ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ റോപ്പ് ലൈന് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട്, ദുറൂജ റോപ്പ് ലൈൻ. അവിടെ നിന്നിട്ട് ദുറൂജ സ്റ്റേഷനിലെത്തും. ആ ദുറൂജ സ്റ്റേഷനിൽ വീണ്ടും യാത്മിഷ് ഗോസാൽ റോപ്പ് ലൈനിൽ വഴി യാത്മിഷ് ഗോസാൽ സ്റ്റേഷനിലെത്തും. പിന്നെ അവിടെ നമ്മൾ നേരെ അതുപോലെ തിരിച്ചു വരും. പിന്നെ ഈ കാണുന്ന ഇത് നീല കളറും ഓറഞ്ച് കളറും ബ്ലാക്ക് കളറൊക്കെ ഉള്ളത് സ്കീ ചെയ്യുന്ന റൂട്ടാണ്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള മാപ്പ്. സെക്കൻഡിലേക്ക് നമ്മളെത്തി. ഇവിടെ നമ്മൾ സ്കീ വന്നിട്ട് വേണം കാര്യം ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടല്ലേ. അതാ സ്കീയിങ്ങിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് പിന്നെ ഐസും കട്ടയാവും അല്ലേ? അല്ല, അത് സ്കീ ചെയ്യുന്നവർക്ക് മാത്രമല്ല. അങ്ങനെയാണല്ലേ? ഇങ്ങനെയായിരുന്നു. അതിന് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ സ്നോമാനായി മാറും. പോയി കഴിഞ്ഞാൽ അതിന് മറ്റേതുപോലെയല്ല, അത് അടപ്പമൊന്നുമില്ലല്ലോ. അതെ അതെ. റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ സ്കീയേഴ്സ് അതിൻ്റെ മുകളിൽ നിന്ന് ചാടുമായിരിക്കും താഴോട്ട്. അങ്ങനെയായിരിക്കും പരിപാടി. ചെയർലിഫ്റ്റിൻ്റെ മുകളിൽ അവരങ്ങ് ഓരി എടുത്തങ്ങ് കൊണ്ടുപോകും അല്ലാതെ. അങ്ങനെയാണ് അവർ പോകുന്നത്. നമുക്ക് ചെയർ ലിഫ്റ്റ് അല്ല. നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. നല്ല കട്ടിയുള്ള കാലിനായാലും മുകളിലായാലും നല്ല കട്ടിയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെ തണുപ്പ് അറിയില്ല. നമ്മൾ ജസ്റ്റ് ജീൻസും ഉള്ളിൽ തെർമലും മാത്രം ഇട്ടിട്ടില്ല അല്ലേ? നമുക്ക് പോണ്ട കൊണ്ടോള വന്നു 5 സെക്കൻഡ് പാത്വേ, സെക്കൻഡ് റോപ്പ് വേ. ഇതിൽ കയറി ഇനി വീണ്ടും പോകാനുണ്ട്, ഒന്നും കൂടെ കയറാനല്ലേ. ഏറ്റവും ടോപ്പിലെത്തി അവിടെയും കൂടെ കണ്ടിട്ട് കുറെ ആളുകൾ സ്കീ ചെയ്യുന്നുണ്ടല്ലേ. ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ ചെയർലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാ. ചെറിയ കുട്ടികൾ വരെ ഉണ്ട്. അപ്പൊ നമ്മള് കഫ്കാസ് ദുഫാദാങ് റിസോർട്ടിന്റെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ദുറൂജ ലൈനിലാണ് പോകുന്നത്, ദുറൂജ റോപ്പ് വേ. എന്നിട്ട് അതിൽ ദുറൂജ എന്ന് പറയുന്ന സ്റ്റേഷനിലോട്ട് നമ്മൾ എത്തുക. അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയുന്നതല്ലേ? അങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ? നമ്മളങ്ങനെ ദുറൂജ സ്റ്റേഷനിലെത്തി കേട്ടോ. ദുറൂജ റോപ്പ് ലൈനിൽ കൂടെ വന്നിട്ട് ദുറൂജ സ്റ്റേഷനിലെത്തി. ഇപ്പൊ നമ്മളെ വാല് തുറക്കുന്നതായിരിക്കും. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ സ്കീയിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇത് 1410 മീറ്റർ എബോവ് സീ ലെവലിലാണ് ഈ ഒരു സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ നെക്സ്റ്റ് കയറാൻ പോകുന്ന അതിലാണ്. അതാണ് യാത്മിഷ് ഗോസാൽ റോപ്പ് വേ. അതിന് മുകളിൽ കൂടെ കയറി നമ്മൾ യാത്മിഷ് ഗോസാൽ സ്റ്റേഷനിൽ ഇറങ്ങും. അത് 1920 മീറ്റർ എബോവ് സീ ലെവലാണ് അതിന്റെ ലൊക്കേഷൻ ഉള്ളത്. അതിന്റെ മുകളിലുള്ള ലൊക്കേഷൻസിലോട്ട് നമുക്ക് ഇവിടെ ഹൈക്ക് ചെയ്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 4000 മീറ്റർ എബോവ് സീ ലെവൽ വരെയുള്ള സ്ഥലത്തോട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ, അതിന്റെ മാപ്പിൽ. ഈ റിസോർട്ടിന് എടുത്തുനിന്നാണ് നമ്മൾ തുടങ്ങിയത്. കഫ്കാസ് റിസോർട്ടിന് അടുത്താണ് നമ്മൾ തുടങ്ങിയത്. അതിന്റെ താഴെ നമ്മൾ മഞ്ഞിന്ന് കളിച്ചത് വെച്ചാൽ ഇതാ ഈ ഏരിയ നിന്നാണ് കളിച്ചത്. ഇതാ പച്ചപ്പ് കാണില്ല, ഫുള്ള് നമ്മൾ ഇവിടെ ഫുള്ള് വെള്ളക്കള്ളായിരുന്നു. ഇവിടെ നിന്നാണ് കളിച്ചത്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ഇവിടെ ഒരു ഇതിന്റെ മരത്തിന്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തൊക്കെ നമ്മൾ കാണിച്ചത്. ഇവിടെ ഇങ്ങനെ സൈഡിൽ കൂടെ നമ്മൾ കയറിയിട്ട് ഇതാ ഇവിടെ നിന്നാണ് റോപ്പ് വേ തുടങ്ങുന്നത്. ആ റോപ്പ് വേ ഇതാ, ആ റോപ്പ് വേയിലാണ് ഫസ്റ്റ് റോപ്പ് വേ നമ്മൾ പോയത്. ഇവിടുന്ന് ഇങ്ങനെ റോപ്പ് വേ ഉണ്ട് മുകളിലോട്ട്. ആ റോപ്പ് വേയുടെ പാരലലി കണ്ടോ ഇങ്ങനെ ഒരു വഴി ഉണ്ടോ? ഇതിലെ കൂടെ ഓഫ് റോഡ് ചെയ്യാം. മറ്റേ 4x4 വണ്ടി കിട്ടും, റെന്റിന് എടുത്തിട്ട് ഓഫ് റോഡ് ചെയ്ത് ഇങ്ങനെ പോവാം. ഈ നമ്മൾ ഫസ്റ്റ് പോയ സ്റ്റേഷനില്ലേ അതിന്റെ മുകളിൽ വരെ നമുക്ക് ഓഫ് റോഡ് ചെയ്ത് വണ്ടിയിൽ പോവാം, തിരിച്ചു വരാം. അതായത് മഞ്ഞില്ലാത്ത സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടായത്. ഇതിനെയാണ് ഇപ്പൊ വെള്ള കളറിൽ കംപ്ലീറ്റ് വെള്ളത്തിൽ കാണുന്നത്. അപ്പൊ നമ്മൾ യാത്മിഷ് ഗോസാൽ റോപ്പ് വേയിലെ മുകളോട് പോവുകയാണ്. യാത്മിഷ് ഗോസാൽ സ്റ്റേഷനിലോട്ട് 1920 മീറ്റർ എബോവ് സീ ലെവലാണ് അതിന്റെ പൊസിഷൻ ഉള്ളത്. അത്രയും ഉയരത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഫുള്ള് മരങ്ങളാണ് കേട്ടോ, മഞ്ഞിൽ പൊതഞ്ഞു കിടക്കുന്ന മരങ്ങളാണ് കംപ്ലീറ്റ്. ഇവിടെ അത്യാവശ്യം കുറച്ച് വ്യൂ ഉണ്ടല്ലോ അല്ലേ, വലിയ കുഴപ്പമില്ല. എന്നാലും മുകളോട്ട് കയറുന്നവരും ഫോഗ് കൂടി വരുന്നുണ്ട്. ഇതാണ് താഴോട്ടുള്ള വ്യൂ. മരത്തിന്റെ ടോപ്പ് മാത്രമേ കാണാനുള്ളൂ, കംപ്ലീറ്റ് പൊതഞ്ഞെടുക്കാം മഞ്ഞിൻ്റെ ഇടയിൽ. ഇതാ ഇങ്ങനെയാണ് നമ്മളെ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ. മുകളിലോട്ട് കയറുന്ന സമയത്ത് ഇതാ ഒരു തൂണ് കാണുന്നില്ല, ഈ തൂണിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ റോപ്പ് വേ കിടക്കുന്നത്. കംപ്ലീറ്റ് ഇതിന് ഡിപ്പെൻഡഡ് ആണ്. ഇത് കാണുന്നില്ലേ, അവർ ഈ വലത്ത് ഭാഗത്ത് ഇതാ ഇങ്ങനെയാണ് വ്യൂ ഉള്ളത്. ഒരു റോപ്പ് വേൻ്റെ ഒരു ചെയർക്കാർ അതാ പോകുന്നുണ്ട്. അപ്പോൾ ഇതാ മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. ഇതാണ് താഴോട്ടുള്ള വ്യൂ. ഇങ്ങനെയാണ് താഴോട്ട് കാണാൻ പറ്റുന്നത് നമുക്ക്. അതുപോലെ ഈ ഇടത്ത് ഭാഗത്ത് ഇതാണ് നമ്മുടെ ഡോറ് വരുന്നത്. ഇതുവഴി നമ്മൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇരിക്കുന്ന സീറ്റ് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇരിക്കുന്ന സീറ്റ്. നീളത്തിൽ ഒരു 4 പേർക്കൊക്കെ സുഖമായിട്ട് ഒരു സൈഡിൽ ഇരിക്കാൻ പറ്റും. 8 പേർക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ റോപ്പാണ് അത് കംപ്ലീറ്റ്.
അതിലാണ് ഫുള്ള് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത്. ഇത് തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് താഴോട്ട് വരിക. ഓ സ്റ്റേക്ക് ആൻഡ് വൈൻ ഹൗസ്, ഷാലറ്റ് സ്റ്റേക്ക് ആൻഡ് വൈൻ ഹൗസ്. നല്ല ക്ലിയർ ഉണ്ടല്ലേ? ഇവിടെ നല്ല ക്ലിയർ ഉണ്ട്. ഫോഗില്ലാത്ത മരങ്ങൾ കണ്ടേ. സന്തോഷം കൊണ്ട് എനിക്ക് അയ്യോ 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 അയ്യോ, ഇങ്ങനെയാണ് വേണ്ടതല്ലേ കളിക്കണമെങ്കിൽ. ഓ മഞ്ഞൾ ചാടാൻ കൊതിയോടെ നിൽക്കുന്ന, ഉത്സുകതയോടെ നിൽക്കുന്ന കളിക്കാനുണ്ട്. ആ ഫോഗില്ലാത്ത ഒരു വ്യൂ അല്ലേ? യാത്മിഷ് ഗോസാൽ റോപ്പ് ലൈൻ, ഇതാണ് അതിന്റെ ഏറ്റവും ടോപ്പ് വരുന്നത്. 1920 മീറ്റർ എബോ സീ ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും കാണുന്ന പോലെ മറ്റേ ഊഞ്ഞാലി അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ആടുന്നത്. അതെ അതെ, വാവ്. ഇതിനാണ് നമ്മൾ വന്നതെന്നല്ലേ? ടോപ്പിൽ എത്രയാണ്? ഗബാലയിൽ ടോപ്പിൽ 1600 മീറ്റർ, താഴെ 1251 മീറ്റർ, അങ്ങനെ ഓരോന്നിനും എഴുതിയിട്ടുണ്ട്. റിവേഴ്സ് സൈഡ്, ദുറൂജ, യാത്മിഷ് ഗോസാൽ, ഇതൊക്കെയാണ്. ഈ റിവേഴ്സ് സൈഡ് എന്ന് പറയുന്ന സംഭവമാണ് താഴോട്ടുള്ള റോപ്പ് വേ ഉണ്ടായത്. അത് ക്ലോസ്ഡ് ആണ്, ഇപ്പം മെയിൻ്റനൻസിൽ ക്ലോസ്ഡ് ആണ്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പൈസ എന്ന് പറയുന്നത് ഒരു ഫോട്ടോക്ക് 10 മനാത്ത് അവർ ചാർജ് ചെയ്യുന്നത്, 2 ഫോട്ടോക്ക് 20 മനാത്ത്, അങ്ങനെയാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡേർഡ് ചാർജാണ് കാണുന്നത്. ഫുൾ ക്ലിയർ വ്യൂ ഉള്ള മരങ്ങൾ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതാ ഇവിടെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ നിരങ്ങി താഴോട്ട് വരാണ്ട് ഒരു കളിക്കേണ്ട സംഭവമുണ്ട്. അത് അവിടെ ക്യാഷ് കൊടുക്കണം, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് മുകളിലോട്ട് കയറിയിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങാം. നമുക്കൊരു ഇരിക്കാനുള്ളൊരു റൗണ്ട് സാധനം തരും, ഒരു തളിക. ആക്ച്വലി ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടുക നമുക്ക്. ഒരു ഫോഗും ഇല്ലെങ്കിൽ ഇതായിരുന്നു എല്ലായിടത്തും കിട്ടേണ്ട വ്യൂ. കാണുന്നില്ല, ഇങ്ങനെയാണ് നമ്മളെ കംപ്ലീറ്റ് വ്യൂ കിട്ടുന്നത്. ഇതാ മരങ്ങളൊക്കെ കംപ്ലീറ്റ് മഞ്ഞിൽ കുളിച്ച് കിടക്കുന്ന, ഇതാ ഇങ്ങനെ ഫുള്ള് സ്ലോപ്പ്. അടിപൊളി, വാവ്. എന്താ അതിൻ്റെ ലുക്ക്, രക്ഷയില്ലാട്ടാ, അടിപൊളിയാ. ഇതാ നമ്മൾ ഈ സ്കീയിങ്ങിൻ്റെ പാത്തിലൂടെ അങ്ങനെ നടക്കുകയാണ്. ഇതാ ഇങ്ങനെയാണ് സ്കീയിങ്ങിൻ്റെ പാത്ത് വരുന്നത്. ഇതിങ്ങനെ പോവാം. മഞ്ഞ് കോരുന്ന സാധനം. മഞ്ഞ് കോരാൻ ഉദ്ദേശിക്കുന്നുണ്ടാ? അങ്ങനെയാണ് മഞ്ഞ് കോരണ്ടെന്നാ? ഇത് കൊള്ളാലല്ലേ? കേൾക്കേണ്ട താമസം, കൊള്ളാന്ന് കേൾക്കേണ്ട താമസം ചാടി ഏടി കയറി കഴിഞ്ഞു. വേറെ ചോദ്യം പറച്ചിലൊന്നുമില്ല അവിടെ. അടിപൊളിയാ. ഇവിടെ സ്നോമാൻ ഉണ്ട്. ആരോ ആക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞ് സ്നോമാൻ ആക്കി വെച്ചിട്ടുണ്ട്. അത് കൊള്ളാലോ. ആഹാ, നമ്മളിത് ഈ സ്നോമാൻ്റെ അടുത്ത് നിന്ന് താഴോട്ടുള്ള വ്യൂ ഉണ്ടോ? അവിടെ അങ്ങനെ കുത്തനങ്ങ് താഴോട്ടാ. ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ പോക്കായിരിക്കും. ദേ പിടിച്ചോണേന്നും കൊണ്ട് അങ്ങ് താഴെ എത്താം. എവിടെ? ഗോസൽ റിസോർട്ടിൻ്റെ അടുത്ത് എത്താം അല്ലേ? ശരിയാണ്. അപ്പോൾ സ്നോമാൻ ടാറ്റാ, ബൈ, സീ യു അഗൈൻ. എൻ്റെ സൈഡിലായിട്ട് ഷാലറ്റ് സ്റ്റേക്ക് ആൻഡ് വൈൻ ഹൗസ് ഉണ്ട്. സ്റ്റേക്ക് ആൻഡ് വൈൻ ഹൗസ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇവിടെ വല്ല ടോയ്ലറ്റ് ഉണ്ടോ എന്നുള്ള ഇവിടെ തപ്പാനാണ് നമ്മൾ വന്നത്. സ്റ്റേക്ക് ആൻഡ് വൈൻ ഹൗസിൻ്റെ താഴോട്ട് ഇറങ്ങാനുള്ള ഒരു വഴിയാണ്. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ റെയിൻഡിയറിനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഫോട്ടോ പോയിൻറ്റ്സ് കുറേ ആക്കി വെച്ചിട്ടുണ്ട്. വൈനിൻ്റെ വീപ്പ് വെച്ചിട്ടുണ്ട്. ഈ വൈൻ്റെ വീപ്പൊക്കെ കണ്ട സ്ഥലങ്ങൾ ഓർമ്മയുണ്ടോ? KTW. ജോർജിയ പോയ സമയത്ത് നമ്മൾ KTW വൈൻ ആൻഡ് വൈൻ ടൂർ നടത്തിയിരുന്നു അവിടെ, KTW ഫാക്ടറിയിലെ. അപ്പം ആ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പ്ലേലിസ്റ്റായി കൊടുത്തിട്ടുണ്ട്. ജോർജിയൻ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കാണാം അല്ലേ? മുകളിലും ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട്. ഇവിടേക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, പുറത്തോട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പക്ഷേ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കാണ്, ഇപ്പോൾ ഇരിക്കാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെ വൈന് കുടിച്ച് റിലാക്സ് ചെയ്യാം. കൊടും തണുപ്പെന്ന് ഇങ്ങോട്ട് വന്നിട്ട് റിലാക്സ് ചെയ്യാം അല്ലേ? നമ്മളിതാ യാത്മിഷ് ഗോസാൽ സ്റ്റേഷൻ താഴോട്ട് ഇറങ്ങാൻ പോവാണ്. താഴോട്ട് നമ്മളിവിടെ ഒരു 2 മണിക്കൂർ അല്ലേ? 2 മണിക്കൂറോളം നമുക്ക് എത്ര നേരം വേണം ചെലവഴിക്കാം. അവിടെ പോകേണ്ട തിരക്കുണ്ടായോണ്ടാണ് പോകുന്നത് അല്ലേ? തുഫാതാഗ് മൗണ്ടൈനിന്റെ മുകളിലുള്ള പരിപാടി അടിപൊളിയായിരുന്നു അല്ലേ? കിട്ടുമായിരുന്നു എക്സ്പീരിയൻസ്. നമ്മൾ ഇറങ്ങാൻ നേരത്താണ് പ്രസാദേട്ടൻ കണ്ടുപിടിച്ചത് ഈ ഗൊണ്ടോളയിൽ ഒരു ഫീച്ചറും കൂടെ ഉണ്ട്. ഇതിങ്ങനെ തുറന്നിടാൻ പറ്റും കേട്ടോ. 2 സൈഡിൽ ഇങ്ങനെ തുറന്ന് ഇത്ര പോലെ ഓപ്പൺ ചെയ്തിടാൻ പറ്റും. അപ്പോൾ നമുക്കിങ്ങനെ പുറത്തോട്ട് കാണാം. ഇപ്പൊ പുറത്തോട്ട് നോക്കിയാൽ ഫുള്ള് വെള്ള കളർ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇപ്പൊ ഉള്ളത് വെള്ള കളർ മാത്രം. നേരത്തെ കണ്ടിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു അല്ലേ? തണുപ്പൊന്നും അങ്ങനെ അറിയുന്നൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല, നോക്കുള്ളൂ. തൽക്കാലം നമുക്ക് എന്തായാലും അടച്ചിട്ടേക്കാം. ഒന്ന് കാണാതെ പിന്നെ ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ.
നമ്മൾ തണുപ്പത്തതാ ഒരു ചുറോസും ഒരു മോക്കയും കുടിക്കാന്ന് വിചാരിച്ചു. ചുറോസിന് 6 മനാത്തും മോക്കയ്ക്ക് 7 മനാത്തും. അപ്പോൾ ഇവിടെ ഇന്ന് ചൂടോടെ അതാ ചൂറോസ് ആക്കുന്നുണ്ട്. ഇതാണ് സാധനം ചുറോസ് എന്ന് വെച്ചാൽ. നമ്മൾ കസ്കാസ് റിസോർട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് കോസം എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. കോസം തുർക്കിഷ് കുസീനുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ വിശാലമായ സ്ഥലമുണ്ട്, ഇങ്ങനെ വലിയൊരു ബിൽഡിംഗ് ആണ്, ചുറ്റും കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളെന്ന് വെച്ചാൽ കുറച്ച് വലിയതായിരിക്കും, അങ്ങനെ കുറേ സൗകര്യങ്ങളുള്ള അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളാണ് ഉള്ളത്. അപ്പോൾ എന്നാലും ഇവിടെ നമുക്കൊന്ന് കയറി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മൾ എൽമൻ ചേട്ടനിൽ നിന്ന് ലെൻറ്റിൽ സൂപ്പ് മാത്രമാണ്, വേറെ ഒന്നും കുടിക്കുന്നില്ല. എല്ലായിടത്തും സൂപ്പ് മാത്രമാണ്. മൂപ്പര് ഒരു സാലഡും അതിനനുസരിച്ചുള്ള ബ്രെഡ്സും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഐറ്റംസ് വരാൻ പോകുന്നേ ഉള്ളൂ. റൈസ് ഇതാണ് ഇവിടുത്തെ ഇങ്ങനെ ആംബിയൻസ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. ആപ്രിക്കോട്ട് റൈസ് വന്നിട്ടുണ്ട്. കൊള്ളാമല്ല, ഭയങ്കര പ്രസൻറ്റേഷൻ ആണല്ലോ അല്ലേ? ഒരു ഫോട്ടോ എടുക്കാൻ. അല്ല ചിക്കനും റൈസും അല്ലേ? ഓക്കെ, ചിക്കൻ വന്നിട്ടുണ്ട് മൂപ്പരെ. നമ്മൾ ഗബാലയിലെ ദുഫാദാങ് മൗണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങി ഇവിടുന്ന് ഫുഡ് കഴിച്ചു. തുർക്കിഷ് റെസ്റ്റോറൻ്റ് ആണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്ത് റൈസാണ്? ആപ്രിക്കോട്ട് റൈസൊക്കെ കഴിച്ചിട്ട് നമ്മൾ വിട്ടു അവിടുന്ന്. ഇനി നേരെ ബാക്കുവിലേക്കാണ്, ഡയറക്റ്റ് ബാക്കു. ഒരു പുതിയ വഴിയിലൂടെ പോകുന്നത്, നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയല്ല, കുറച്ചുകൂടെ നല്ല റോഡാണെന്നാണ് പറഞ്ഞത്. പക്ഷേ സമയം കൂടുതലെടുക്കും, 80 കിലോമീറ്റർ എക്സ്ട്രാ. അപ്പോൾ കുറച്ച് സമയം, ഏകദേശം 1 മണിക്കൂറോളം എക്സ്ട്രാ എടുക്കും. അപ്പോൾ ആ വഴി നമ്മൾ തിരിച്ചു പോകാൻ പോവാണ്. സമയം ഇപ്പം എത്ര? 5:45. 5 മണിക്കൂർ എന്താ എടുക്കും മിനിമം. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് മുന്നിലുണ്ടല്ലേ. നമ്മൾ ബാക്കുവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിലൂടെ ഇങ്ങനെ. ഇനിയും ഒരു 224 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഒരു 9:50 ആകുമ്പോഴെത്തുക. ചേട്ടൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ഷീണിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ആർ യു ടയേർഡ്? ഓക്കെ. അപ്പോൾ ടയേർഡ് അല്ല എന്ന് പറയുന്നത്, ഓൾവേസ് ഓക്കെ. എപ്പോഴും ഓക്കെയാണ്, ഒരു ടയേർഡ്നെസ്സും ഇല്ലാന്നാണ് പറയുന്നത്. 7:20 ഇനി ഉണ്ടല്ലേ 2-2.5 മണിക്കൂർ ഓടിക്കണം. 2-2.5 മണിക്കൂർ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് ബാക്കു എത്താനായി. ഇവിടെ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി സൈഡിൽ ഇതാ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമ്മളിതാ ജസ്റ്റ് ഒരു ചെറിയൊരു മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ. തിരിച്ച് കയറാൻ പോവാം വണ്ടിയിലോട്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മളവിടെ എത്തും. അങ്ങനെ ഗ്രാൻഡ് മിഡ് വേ ഹോട്ടലിൽ വീണ്ടും തിരിച്ചെത്തി. സമയം രാത്രി 10:15 തിരിച്ചെത്തി. ലോങ് ഡ്രൈവും കഴിഞ്ഞിട്ട് 221 നമ്പർ റൂമിൽ നിന്ന് 250 റൂമിലോട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? നമ്മൾ വന്നത് ഈ ഹോട്ടലായിരുന്നു. ഇവിടെ തിരിച്ചെത്തിയത് ഈ ഹോട്ടലിൽ തന്നെയാണ്. അപ്പൊ ഡേ 4 ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ ഗബാലയിൽ അടിച്ചു പൊളിച്ചു. പിന്നെ ചിലര് ചോദിക്കുന്നുണ്ടാവും, ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഷേദാവും ഗബാലയും തമ്മിൽ എന്താണ് വ്യത്യാസം. രണ്ടും മൗണ്ടൈൻ ആണ്, രണ്ടിടത്തും സ്കീ ചെയ്യാൻ പറ്റും. പക്ഷെ എക്സ്പീരിയൻസസ് ഡിഫറെന്റ് ആണ്. നമുക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഗബാലയാണ്. പിന്നെ ഓരോരുത്തരുടെ മഞ്ഞിൽ കളിച്ചത് നമ്മുടെ ഗബാലയിലാണ്. അതെ, പിന്നെ അത് ഓരോ സീസൺ അനുസരിച്ച് മാറും ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും പേഴ്സണലി ക്ലിയർ സ്കൈ കിട്ടിയതും ഗബാലയായിരുന്നു. പക്ഷേ കോസ്റ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, പാരാഗ്ലൈഡിങ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഷേദാഗ് പോകണം. ഷേദായിൽ ഇല്ലാത്ത കുറെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഗബാലയിലുണ്ട്. ഗബാലയിൽ ഇല്ലാത്തത് ഷേദായിലും ഉണ്ട്. രണ്ടിടത്തും കോമൺ ആയിട്ടും കുറെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് അതനുസരിച്ച് ചൂസ് ചെയ്തിട്ട്, പിന്നെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഹോട്ടൽ സ്റ്റേ പറ്റുമെങ്കിൽ ആ കറസ്പോണ്ടിങ് സ്ഥലത്തെ റിസോർട്ടുകൾ എടുത്ത് അടിപൊളിയായിരിക്കും. അസർബൈജാൻ നമുക്ക് ഒരു ദിവസം കൂടിയുണ്ട്. ലാസ്റ്റ് ഡേ, നാളെ ലാസ്റ്റ് ഡേ ആണ്. നാളെ നമ്മൾ അബ്ഷറൻ ആൻഡ് പിന്നെന്തായിരുന്നു ഫയർ മൗണ്ടൻ അവിടെയൊക്കെ പോകുന്നുണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്കും അതുകൊണ്ട് ചെറിയൊരു സിറ്റി ടൂർ പറ്റുമെങ്കിൽ നടത്തണം. കാരണം നമുക്ക് വൈകുന്നേരം 6:30 ആകുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്തണം. അതിന് മുന്നേ ഈ പരിപാടികളൊക്കെ നടക്കുമെങ്കിൽ ചെയ്യണം. എന്നിട്ട് വേണം ഇവിടുന്ന് വിട പറയാൻ അല്ലേ? അപ്പൊ എപ്പം പറയുന്ന പോലെ അസർബൈജാൻ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.